എക്സലന്റ് അസ്ട്രോളജിസ്റ്റ്, ജ്യോതിഷ താന്ത്രിക തിലകം, ദേശീയ അന്തർദേശീയ അവാർഡുകൾ നൂറുകണക്കിന് കരസ്ഥമാക്കിയ 30 ലക്ഷത്തിലധികം പ്രേക്ഷകർക്ക് താന്ത്രിക ജ്യോതിഷ വാസ്തു പ്രഭാഷണം നടത്തിയിട്ടുള്ളതുമായ ഡോക്ടർ ശ്രീ കുടമാളൂർ ശർമാജിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്തേ. നമുക്ക് ചില വാട്സാപ്പ് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, ചില സംശയങ്ങളായിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഇതിൽ ചോദിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്ന് രാധാദേവിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്താണ് രാധാദേവിക്ക് പറയാനുള്ളത്? അവര് ചോദിച്ചിരിക്കുന്നത് ശർമ്മജിയുടെ പ്രോഗ്രാം അവര് സ്ഥിരമായി കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവര് അതില് ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. മകന്റെ കാര്യമാണ് അറിയേണ്ടത്. മകന് 30 വയസ്സായി, പക്ഷേ ഒരുപാട് കല്യാണ ആലോചനകളൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം ചുറ്റുപാടൊക്കെ വളരെ നല്ല ചുറ്റുപാടുമാണ്, പക്ഷെ കല്യാണം നടക്കുന്നില്ല. അപ്പൊ എന്തെങ്കിലും തടസ്സങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടോ, ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് രാധാദേവി ചോദിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്നാണ്. ജാതക നിലയിൽ സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരാണേലും, സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും, ജനിച്ച ലഗ്നത്തിൻ്റെ 7ാമത്തെ രാശിയിൽ പാട്ട് തന്നെ കേട്ടിട്ടില്ലേ, നിന്റെ 7ാം സ്വർഗം എനിക്കല്ലയോ എന്ന് പറഞ്ഞാൽ മറ്റ് ഇതര മതസ്ഥർ പോലും 7ാം ഭാവം ഒരു പ്രണയം, ദാമ്പത്യം ഇതിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ 7ാം ഭാവത്തിന് ഭാര്യാസ്ഥാനം എന്ന് പറയും പുരുഷന്മാർ, സ്ത്രീകൾക്കും ഭർത്താവിൻ്റെ സ്ഥാനം. ശനിപുത്രനായ ഗുളികൻ നിൽക്കുന്നു എന്നാണ്. ആ ഛായാഗ്രഹം ഒരു വിഷഗ്രഹമാണ്. ഗുളിക രൂപത്തിലുള്ള വലിപ്പം കുറഞ്ഞ് സൈനൈഡ് പോലെയുള്ള ദോഷമുള്ള ഒരു ശനിയുടെ അവിഹിത ബന്ധത്തിലുള്ള ഒരു മകനത്രേ ഈ ഗുളികൻ. അയാൾ രൂപം കാണിക്കുകയില്ല, പക്ഷെ ഫലം വളരെ മോശമാണ്. ആ 7ാം ഭാവത്തിൽ ഗുളിക നിൽക്കുമ്പോൾ അത് ഒന്നുമല്ലെങ്കിൽ സ്ത്രീക്കാരും പുരുഷനായിരുന്നാലും വിദ്യാഭ്യാസം, സൗന്ദര്യം, ജോലി, ശമ്പളം, കുടുംബത്തെ മാതാപിതാക്കൾ, സംസ്കാരം, അതുപോലെ തന്നെ കാഴ്ചയിലുള്ള യോജിപ്പ്, കൾച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മത, ജാതി, വർഗം, വർണ്ണം ഇങ്ങനെയുള്ളതൊക്കെ ഒത്തുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമെന്നാണ്. ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കുകയില്ല അങ്ങനെ വരും. ഒന്നുമില്ല പഠിത്തം വളരെ കൂടുതലായിട്ടുള്ള ഒരു പെണ്ണിനെ കൊണ്ടുവന്നാലത്തെ സ്ഥിതി, അല്ലെ പഠിത്തം തീരെ കുറഞ്ഞ പെണ്ണിനെ കൊണ്ടുവന്നാലത്തെ സ്ഥിതി, അതുപോലെ സൗന്ദര്യം കൂടിയ പെണ്ണാണെങ്കിലത്തെ സ്ഥിതി, തീരെ കുറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ സമുദായം മാറിപ്പോയി, അച്ഛനും അമ്മയും 2 സമുദായത്തിൽ നിന്ന് കെട്ടിയതാണ്, വേണ്ട, പെട്ടെന്ന് ഒരു കാരണം ബുദ്ധിമുട്ട്. പ്രശ്നമൊന്നുമില്ലെങ്കിലും കുടുംബത്ത് മറ്റേ ഇളയത്തിങ്ങളുടെ കല്യാണമൊക്കെ നടക്കണ്ടേ, അപ്പം മാതാപിതാക്കൾ വിഭിന്ന ജാതിയായതുകൊണ്ട് വേണ്ട. പിന്നെ രാഷ്ട്രീയം, കനത്ത രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട, കാരണം എന്ന് വെച്ചാൽ ശരിയാവില്ല. അതുപോലെ തന്നെ ജാതി, ഉപജാതി, മതം വ്യത്യാസങ്ങൾ, പിന്നെ പ്രായം എല്ലാം ഇണങ്ങി പെണ്ണിനൊരു വയസ്സ് കൂടുതലാണ്, നടക്കത്തില്ല, കാരണം യോജിപ്പില്ല. ഒരു 2 ഇഞ്ച് പൊക്കം കൂടുതലാണ് പെണ്ണിന്. എല്ലാം ഇണങ്ങി, മനസ്സുകൊണ്ടിണങ്ങി, പഠിത്തം കൊണ്ടിണങ്ങി, സൗന്ദര്യം കൊണ്ടിണങ്ങി, പണം കൊണ്ടിണങ്ങി, എല്ലാം ഇണങ്ങി, പക്ഷെ പൊക്കം കൂടുതല വേണം. അങ്ങനെ എല്ലാം കൂടെ ഇണങ്ങി വരത്തില്ല. ഇത് സ്ത്രീക്കാണെങ്കിലോ ഒന്നുമല്ല, സ്ത്രീക്കാണെങ്കിൽ ഇതുപോലെ തന്നെ ആരോഗ്യം, സൗന്ദര്യം, പഠിത്തം, ജോലി, ശമ്പളം, കൾച്ചർ, കുടുംബം, ജാതി, മതം, വർഗം, വർണ്ണം ഇങ്ങനെയുള്ളത് ഒത്തു കിട്ടാനായിട്ട് പാട്. അഥവാ ഒത്തു കിട്ടിയാലോ ഒന്നുമല്ലെങ്കിൽ മദ്യം, അല്ലെങ്കിൽ പുക, മയക്കുമരുന്ന്, MDMA പോലെയുള്ളത്, അതല്ലെങ്കിൽ ബഹുസ്ത്രീ ശക്തൻ. എത്ര സുന്ദരിയായ ഭാര്യയെ കിട്ടിയിരുന്നാലും വേറെ പെണ്ണ് പിടിക്കാൻ പോകുന്നവരില്ലേ? അതൊരു ശരിയായ നടപടിയല്ലല്ലോ. തിരിച്ചും മറിച്ചുകൊണ്ട്. അതല്ലെങ്കിൽ നേരത്തെ ഒന്ന് കെട്ടി ഒരു കൊച്ചുകൊണ്ട് അറിയുന്നില്ല, ഒന്ന് ദൂരെ ഒക്കെയാണ്, അതിനെപ്പറ്റി ഒന്നും അറിയാതെ ആലോചിച്ച് കെട്ടി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഫോണിൽ വിളിക്കുന്നു ഒരു കൊച്ച്, ഡാഡി എന്നും പറഞ്ഞ്. പിന്നെ ആ വലിയ പ്രശ്നമായി. അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ, അറിയാതെ ചില അബദ്ധങ്ങളിൽ ചെന്നിയാടുക.
ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുടെ ഒരു ആകത്തുകയാണ് 7 ഗുളിക. അതല്ലെങ്കിൽ എല്ലാം ഇണങ്ങി സംഭവം മുറുകി വന്നപ്പോഴത്തേനും പയ്യന് ജോലി നഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ പയ്യനൊരു ചെറിയ നാറ്റക്കേസിൽ കുടുങ്ങി. നിരപരാധിയാണ്, പിന്നീട് തെളിഞ്ഞു വന്നു നിരപരാധിയാണ്. പക്ഷേ തൽക്കാലം മാറ്റി വെച്ചു, പിന്നെ നടന്നില്ല. അതല്ലെങ്കിൽ മുറുകി വന്നപ്പോൾ കൊറോണ വന്നു. കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അത് കഴിയട്ടെ. അതല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ എന്താണ് പുതിയ രോഗം, എബോള. ആ എബോള വന്നു, അതിൻ്റെ കണ്ണെല്ലാം ചെയ്യുമ്പോൾ കണ്ണ് പോലെയായി. ഇനി അത് മാറട്ടെ. മാറിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ 1 കൊല്ലത്തേക്കിനും കല്യാണമൊന്നും കഴിക്കരുത്, തീർത്ത് പിടിച്ചൊന്നും വേണ്ട, റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആട്ടെ എന്ന് വെച്ചു. പിന്നെ അങ്ങോട്ട് അപ്പം ആഡിറ്റോറിയം, ഗുരുവായൂർ വെച്ച് കല്യാണം ഒക്കെ ഫിക്സ് ചെയ്തു, സദ്യ വരെ പോയി. ഇതാണ് ഗുളികൻ ചെയ്യുക. അതായത് ഒരു സദ്യയിൽ വിഷയിട്ടിച്ച പോലെ എന്നാണ്. അപ്പോൾ ഗുളികൻ വളരെ ദോഷമാണ്. ഇനി എന്താണ് അതിന് പോംവഴി എന്നുള്ളതാണ്. ബ്രഹ്മവശ്യം, ഗരുഡ പഞ്ചാക്ഷരി മുതലായ കർമാനുഷ്ഠാനങ്ങൾ ഒരു മണ്ഡലം നടത്തി അതിനെ രാഹു, അതായത് സർപ്പപ്രതിമയിലേക്ക് ആവാഹിച്ച് സർപ്പക്ഷേത്രത്തിൽ കൊടുക്കുക. ഒരു 80% വരെ ഇതിൻ്റെ കാഠിന്യം കുറയും. 100% കുറയത്തില്ല. അങ്ങനെ മാറിക്കഴിയുമ്പം കുറച്ചൊരു വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുകയാണെങ്കിൽ കല്യാണം നടന്നു പോകും. അപ്രകാരം ശ്രമിക്കുകയാണെങ്കിൽ ഈ ജൂൺ മുതൽ അടുത്ത ജൂണിനകത്ത് 2026 ജൂൺ മുതൽ 2027 ജൂണിനുള്ളിൽ മകരരാശിക്കാർക്ക് 7-ൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. മകൻ്റെ നക്ഷത്രം തിരുവോണമാണ്. ഈ സമയങ്ങളിൽ കല്യാണം നടക്കും, ഉറപ്പായിട്ട് നടക്കും. തന്നെയല്ല, ജോലി പ്രമോഷൻ, വീടൊന്ന് പുതുക്കാനും പുതിയ വണ്ടി എടുക്കാനും പുതിയ കനക വേഷഭൂഷണാദികൾ, കല്യാണമൊക്കെ വരുമ്പോഴത്തേനും പുതിയ സാരിയും സ്വർണ്ണാഭരണങ്ങളും മാലയും വളയും ഒക്കെ എടുക്കുമല്ലോ. വീടൊന്ന് വൈറ്റ് വാഷ് പെയിൻറ്റിങ്, രണ്ടാമതൊരു നില പണിയുക, പുതിയ പെണ്ണിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഓവൻ, ഗ്യാസ്, ഫ്രിഡ്ജ്, മറ്റുള്ള എയർ കണ്ടീഷൻ, ഇതൊക്കെ ഉണ്ടാവും.